നമുക്ക് ഇന്ന് ഇൻഫർമേഷൻ ഡിസെമിനേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ നിങ്ങളുടെ 4th മൊഡ്യൂളിൽ വരുന്നതാണ് എന്താണ് ഇൻഫർമേഷൻ ഡിസെമിനേഷൻ. ഇൻഫർമേഷൻ ഡിസെമിനേഷൻ നമുക്ക് എന്തും കൂടെ പറയാം, ഡേറ്റ ഡിസെമിനേഷൻ എന്നും കൂടെ പറയാം. ഓക്കെ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ ഇൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ്. ഓക്കെ, എങ്ങനെയാണ്, അതായത് നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ഓക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് ഇവിടെ ഇൻഫർമേഷൻ ഡിസെമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി ഡേറ്റ ഡിസെമിനേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ദി സ്റ്റാറ്റിക്കൽ ഓർ അനദർ ടൈപ്പ് ഓഫ് ഡേറ്റ ടു ദി എൻഡ് യൂസർ. ഓക്കെ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ന്യൂമറിക്കൽ ഡേറ്റ അല്ലെങ്കിൽ അതർ ടൈപ്പ് ഓഫ് ഡേറ്റ, അതായത് ഓഡിയോ, വീഡിയോ, അങ്ങനത്തെ ഏത് ഫോമിലുള്ള ഡേറ്റയും എങ്ങനെയാണ് യൂസറിന് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ യൂസറിന് എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കിട്ടുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഡിസെമിനേഷൻ എന്ന് പറയുന്നത്. എ മൊബൈൽ ഡിവൈസ് ക്യാൻ സെലക്ട്, ട്യൂൺ ആൻഡ് ക്യാഷെ ദി റിക്വയർഡ് ഡേറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഡേറ്റ ഈസ് മെയ്ഡ് അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് ഓപ്പൺ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ മൊബൈൽ ഡിവൈസിന് സെലക്ട് ചെയ്യാൻ പറ്റും, ട്യൂൺ ചെയ്യാൻ പറ്റും ആൻഡ് ക്യാഷ്, ഓക്കെ, ടെമ്പററി ആയിട്ട് അതിനെ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഡേറ്റ ഈസ് മെയ്ഡ് അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് ഓപ്പൺ ഫോർമാറ്റ്. ഈ ഡേറ്റ എന്ന് പറയുന്നത്, ഈ ഡേറ്റ എന്താണ്, ഓപ്പൺ ഫോർമാറ്റിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, some organizations use proprietary database to disseminate the data in order to protect the sovereignty and copyright of the data. അപ്പം സം ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ചില ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചില ഡേറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ആപ്പ് വെച്ച് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മൊബൈലിലൊക്കെ നമുക്കൊരു ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു ഡേറ്റ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മളോട് അഡോബ് റീഡർ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ അത് എന്തിനാണ്, സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട്, അതുപോലെ എന്താണ് കോപ്പിറൈറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഈ പക്ഷേ മിക്കവാറും കുറേ കാര്യങ്ങൾ എന്താണ് ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെയാണ് കിട്ടുക. If you use proprietary database to disseminate the data, it requires specific software for end users to view the data. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ അഡോബ് റീഡർ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിറ്റഡ് ഡേറ്റ cannot be open in common open format. This type of data first converted to the proprietary data format and then the organization provides specifically designed software to their യൂസർ ടു റീഡ് ദി ഡേറ്റ. മനസ്സിലായല്ലോ? അപ്പോൾ അഡോബ് റീഡർ തന്നെ, അപ്പോൾ നമ്മളുടെ മൊബൈലിൽ നിന്ന് അഡോബ് റീഡർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ആണ് നമുക്ക് ആ ഒരു ഡേറ്റ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കേഷൻസ് അസിമെട്രി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അസിമെട്രി ഈസ് വൺ ഓഫ് ദി കീ ആസ്പെക്ട് ഓഫ് ഡിസെമിനേഷൻ ബേസ്ഡ് ആപ്ലിക്കേഷൻസ്. Okay, the communication asymmetry specifies that the communication capacity or data volume going toward the server to clients, also known as downstream direction, is much greater than that going towards client to server, also known as upstream direction. Okay, ഇപ്പം നമ്മളുടെ മൊബൈലിൽ നിന്ന് ഒരു ഇപ്പം നമുക്കൊരു ഓഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം കാണണം, അപ്പോൾ അതിനുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെർവർ നമുക്ക് ആ റെസ്പോൺസ് തരുന്നു, അതിനാണ് എന്ത്, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എന്താണ് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീം? മൊബൈൽ ഡിവൈസിന് പോകുന്ന സെർവറിലേക്ക് പോകുന്ന റിക്വസ്റ്റിന് അപ്സ്ട്രീം എന്ന് പറയും. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സെർവറിന് മൊബൈൽ ഡിവൈസിലേക്ക് വരുന്നതാണ് എന്ത്, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഡേറ്റ വോളിയം കൂടുതൽ ഏതായിരിക്കും, ഡൗൺ സ്ട്രീം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനായിരിക്കും എന്ത്, ഹൈ ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇൻഫർമേഷൻ ഡിസെമിനേഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അപ്പോൾ ഒന്നിക്കൽ നമ്മൾ യൂസർ റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് റെസ്പോൺസ് കിട്ടുക, അതിന് പുൾ എന്ന് പറയും. ഓക്കെ,
വേറെ ഒന്നുണ്ട് പുഷ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു വെതർ റിപ്പോർട്ട് കിട്ടാനുള്ള ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു വെതർ റിപ്പോർട്ട് ഇപ്പം എന്താണ് മിനിറ്റിന് നമുക്കത് ആ റിപ്പോർട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഇത്രയാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്ടാണ്, നമ്മളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അതിന് നമ്മൾ പുഷ് എന്ന് പറയും. ഇതാണ് ബ്രോഡ്കാസ്റ്റിങ്ങിൽ വരുന്നത്. ഒന്ന് യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സെർവറിൽ നിന്ന് റെസ്പോൺസ് കിട്ടുക. ഇപ്പം നമുക്കൊരു ഫിലിം, അപ്പോൾ ആ ഫിലിമിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പാട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ കിട്ടുന്നത്. അല്ലാതെ എന്ത് ചെയ്യാണ്, നമ്മളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ചാനൽ ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഇടുന്ന വീഡിയോ ഒക്കെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കില്ലേ? മനസ്സിലായോ? ഓക്കെ, അതിന് നമ്മൾ പുഷ് എന്ന് പറയും. ഓക്കെ, അതാണ് വെതർ റിപ്പോർട്ട്. ഇപ്പോൾ അല്ലെങ്കിൽ ഡെയിലി ഹണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസിൻ്റെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാതെ തന്നെയാണ് അവർ ആ ന്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വരെ എന്താണ് നമുക്ക് ഇങ്ങനെ അത് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ ഡിസിമിനേഷൻ, അതല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡൗൺ സ്ട്രീമും എന്താണ് അപ്പ് സ്ട്രീം എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, content delivery is always an asymmetric process. It doesn't matter whether it is performed over a symmetric channel such as internet or over an asymmetric channel such as cable television network. Okay, the mobile communication between a static computer system and mobile device is intrinsically asymmetric. A device is always allocated a limited bandwidth because there are large number of devices that have to access the network. Okay, ഇപ്പോൾ ഒരു ലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും എല്ലാ ഡിവൈസിനും അലോക്കേറ്റ് ചെയ്തിരിക്കുക. കാരണം കുറേ ഡിവൈസസ് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ദി ബാൻഡ് വിഡ്ത്ത് ഇൻ ദി ഡൗൺ സ്ട്രീം ഡയറക്ഷൻ ഈസ് മച്ച് ലാർജർ ദാൻ ദി upstream direction. It is because mobile devices have limited power resource. It can also a fact that faster data transmission rates for long intervals of time would use greater power dissipation from the device. ഓക്കെ, ദെൻ അപ്ലിങ്കും ഡൗൺലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്ലിങ്ക് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇവിടുന്ന് മൊബൈൽ ഡിവൈസിൽ നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വരികയാണ്. ഓക്കെ, അതാണ് അപ്ലിങ്ക്. ഡൗൺലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെർവർ ഇപ്പം ഡേറ്റാബേസിൽ നിന്നൊക്കെ എന്താണ് പ്രൊവൈഡർ വഴി എങ്ങോട്ട് വരും, മുകളിലോട്ട് വരും, മൊബൈലിലേക്ക് വരും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൗൺ ലിങ്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? ദെൻ നമുക്ക് ഇൻഫർമേഷൻ ഡിസിമിനേഷൻ എന്ന് പറയുന്നത് wireless data application. There are two fundamental information delivery methods for wireless data application: point to point access, then രണ്ടാമത്തത് ബ്രോഡ്കാസ്റ്റ്. ഓക്കെ, പോയിന്റ് ടു പോയിന്റ് ഒരു ഡിവൈസിന് ഒരു ഇതിലേക്ക് സെർവറിലേക്ക്, ദെൻ സെർവറിന് ആ ഡിവൈസിൽ പോയിന്റ് ടു പോയിന്റ് ആക്സസ്. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സെർവറിന് എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും, എന്താണ് മോർ ദാൻ വൺ യൂസേഴ്സിലേക്ക്, അതിനാണ് ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതായിരിക്കും, ബ്രോഡ്കാസ്റ്റ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീഡിയോന് മോർ ദാൻ വൺ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരേ ടൈം തന്നെ എന്ത് ചെയ്യുക, അതിന് മോർ ദാൻ വൺ യൂസേഴ്സിന് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ബ്രോഡ്കാസ്റ്റിംഗ്. ഓക്കെ, കമ്പയർഡ് വിത്ത് പോയിന്റ് ടു പോയിന്റ് ആക്സസ്, ബ്രോഡ്കാസ്റ്റ് ഈസ് മോർ അട്രാക്റ്റീവ് മെത്തേഡ്. A single broadcast of a data item can satisfy all outstanding requests for that item simultaneously. As much broadcast can scale up to an arbitrary number of users. Okay, there are three kinds of broadcast model, namely എന്തൊക്കെയാണ്, പുഷ് ബേസ്ഡ് ബ്രോഡ്കാസ്റ്റ്, ഓൺ ഡിമാൻഡ് ഓർ പുൾ ബേസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കണ്ടോ, പുഷ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് സബ്സ്ക്രൈബ് മോഡ്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, ഓൺ ഡിമാൻഡ് ഓർ പുൾ ബേസ്ഡ് ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഹൈബ്രിഡ് ബ്രോഡ്കാസ്റ്റ്. ഇപ്പോൾ ഹൈബ്രിഡ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ബേസ്ഡിൻ്റെയും ഓൺ ഡിമാൻഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സിലബസിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് പുഷ് ബേസ്ഡും ഓൺ ഡിമാൻഡും ആണ്. In push-based broadcast, the server disseminates information using a periodic or aperiodic broadcast program, generally without any intervention of the client. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക്
നമ്മൾ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഫോർമേഷൻസ് ഇങ്ങനെ എന്ത് ചെയ്യുക കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ അതിന് റിക്വസ്റ്റ് കൊടുക്കാനൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതാണ് എന്ത് പുഷ് എന്ന് പറയുന്നത്. ഇൻ ഓൺ ഡിമാൻഡ് ബ്രോഡ്കാസ്റ്റ്, അപ്പം നമ്മൾ ദി സെർവർ ഡിസമിനേറ്റ് ഇൻഫോർമേഷൻ ബേസ്ഡ് ഓൺ ദി ഔട്ട്സ്റ്റാൻഡിങ് റിക്വസ്റ്റ് സബ്മിറ്റഡ് ബൈ ക്ലയൻറ്റ്സ്. ഓക്കെ, ഇൻ ഹൈബ്രിഡ് ബ്രോഡ്കാസ്റ്റ് അത് മനസ്സിലായല്ലോ. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇൻഫോർമേഷൻ ഇങ്ങനെ നമുക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതവിടെ സ്റ്റോപ്പ് ആവും. പുൾ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഇപ്പം മോർ ദാൻ 1 ക്ലയൻറ്റ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേരാണ് അത് റിക്വസ്റ്റ് ചെയ്യുന്നത് അത്രയും പേർക്ക് അത് സെർവർ എന്ത് ചെയ്യും, അത് കൊടുത്തിരിക്കും. ഓക്കെ, അപ്പം അതാണ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, ഇൻ അഡീഷൻ എ മൊബൈൽ കമ്പ്യൂട്ടർ കൺസ്യൂംസ് ലെസ് ബാറ്ററി പവർ ഓൺ മോണിറ്ററിംഗ് ബ്രോഡ്കാസ്റ്റ് ചാനൽസ് ടു റിസീവ് ഡേറ്റ ദാൻ ആക്സസിങ് ഡേറ്റ ത്രൂ പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം ലെസ് പവർ കൺസംഷനും കൂടിയാണ് ബ്രോഡ്കാസ്റ്റ് വരുന്ന സമയത്ത് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാണ് പുഷ് ബേസ്ഡ് മെക്കാനിസം എന്നാണ് പറയുന്നത്. The server pushes data records from a set of distributed computing systems. Example are advertisers or generators of traffic congestion. Okay, weather report, stock quotes, and news reports. The following figure shows a push-based data delivery mechanisms in which a server or computing system pushes data records from set of distributed computing system. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൊബൈൽ 1 to മൊബൈൽ എത്രയോ കുറേ മൊബൈൽ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അത്രയും മൊബൈൽ ഡിവൈസസിന് അതിന് സബ്സ്ക്രിപ്ഷൻ പോയിട്ടുണ്ട്. അപ്പം സബ്സ്ക്രിപ്ഷൻ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അത് എന്ത് ചെയ്യും, പുഷ് ഡൗൺ ലിങ്ക്. ഓക്കെ, അപ്പോൾ എപ്പോഴും സെർവറിന് എന്ത് ചെയ്യും മൊബൈലിലേക്ക് ഇങ്ങനെ ആ ഒരു ഇൻഫോർമേഷൻ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് ഒരു algorithm for selecting and structuring records. Okay, algorithm for selecting and structuring records, then algorithm for selecting interval between pushes of records, then broadcast bandwidth selected algorithm. Okay, then എന്താണ് സർവീസ് പ്രൊവൈഡർ വഴി ഇത് അൽഗോരിതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ റിക്വസ്റ്റ് ഇതിനനുസരിച്ചിട്ട് ഒരു അൽഗോരിതം വെച്ചിട്ട് അത് റെക്കോർഡ്സ് അത് സ്ട്രക്ചർ ചെയ്യും. ഓക്കെ, ദെൻ എത്ര ഇൻ്റർവെൽ കഴിയുമ്പോഴാണ് ഇതിങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത് അതിനുള്ള അൽഗോരിതം ഉണ്ടായിരിക്കും. ദെൻ ഏത് ബാൻഡ് വിഡ്ത്താണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുള്ള അൽഗോരിതം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് സർവീസ് പ്രൊവൈഡർ എന്ത് ചെയ്യും, പുഷ് ചെയ്യും ഇൻഫോർമേഷൻ. ഓക്കെ, the push mode is also known as publish subscribe mode, in which the data is published as per the subscription for a push service by a user. Okay, subscribe query for a data record is taken as a perpetual query till the user unsubscribe to that service. Data can also be pushed without user subscription. Okay, അപ്പോൾ എന്താണ് എ സ്ട്രക്ചർ ഓഫ് ഡേറ്റ റെക്കോർഡ്സ് ടു ബി പുഷ്ഡ് ഈസ് സെലക്ട്. അപ്പോൾ ആ ഒരു പിക്ചറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിക്കാം. എ സ്ട്രക്ചർ ഓഫ് ഡേറ്റ റെക്കോർഡ്സ് ടു ബി പുഷ്ഡ് ഈസ് selected. An algorithm provides an adaptable multi-level mechanism that permits data items to be pushed uniformly or non-uniformly after structuring them according to their relative importance. Okay, the data is pushed at a selected time intervals using an adaptive algorithm. Pushing only one saves bandwidth. Okay, however pushing at periodic interval is important because it provides the അപ്പം എപ്പോഴെങ്കിലും ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കാഷയിൽ എന്ത് ചെയ്യും, സേവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഡിവൈസിലേക്ക് കിട്ടും. അപ്പോൾ എത്ര ടൈം ഇൻ്റർവൽ എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പുഷിംഗ് അറ്റ് പീരിയോഡിക് ഇൻ്റർവൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഡിവൈസ് ദാറ്റ് were disconnected at the time of previous push with a chance of cache the data when it is pushed again. അപ്പം വീണ്ടും അത് തന്നെ പുഷ് ചെയ്യാനുള്ള ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവൽ ഇമ്പോർട്ടൻ്റ് ആണ്.
Bandwidth are adapted for downlink for pushes using an algorithm. Usually higher bandwidth is allocated to records having higher number of subscribers or to those with large access probabilities. Okay, but subscribers high bandwidth allocate ചെയ്യുന്നത് എന്താണ്, ഹൈ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ആ ഒരു റിക്വസ്റ്റിനായിരിക്കും. ഓക്കെ, റിക്വസ്റ്റ് അല്ല, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിനായിരിക്കും ഹൈ ബാൻഡ് വിഡ്ത്ത് അലോക്കേറ്റ് ചെയ്യുക. എ മെക്കാനിസം ഈസ് ഓൾസോ അഡാപ്റ്റഡ് ടു സ്റ്റോപ്പ് പുഷസ് വെൻ എ ഡിവൈസ് ഇസ് ഹാൻഡ് ഓവർ ടു അനദർ സെൽ. ഓക്കെ, അപ്പം അതൊക്കെ അറിയാമല്ലോ. ഇപ്പം നമ്മളൊരു മൊബൈൽ ഒരു ടവറിൻ്റെ അണ്ടറിലാണ്, നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അപ്പം ഈ ഒരു ഇതിൽ നിന്നുള്ള പുഷ് സ്റ്റോപ്പ് ചെയ്യും നമ്മൾ വേറൊരു സെല്ലിലേക്ക് മാറിക്കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്നായിരിക്കും, അതാണ് പറയുന്നത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുഷ് ബേസ്ഡ് മെക്കാനിസം എനേബിൾസ് ബ്രോഡ്കാസ്റ്റ് ഓഫ് ഡേറ്റ സർവീസ് ടു മൾട്ടിപ്പിൾ ഡിവൈസസ്. ദെൻ എന്താണ്, അത് മൾട്ടിപ്പിൾ ഡിവൈസസിലേക്ക് എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതുപോലെ അപ്പം ഇങ്ങനെ യൂസറിൽ നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യില്ല, സെർവർ നോട്ട് ഇൻട്രപ്റ്റഡ്. ഓക്കെ, ദി മെക്കാനിസം ഓൾസോ പ്രിവെൻറ്റ് സെർവർ, അപ്പോൾ സെർവർ ഓവർലോഡ് വരുന്നില്ല റിക്വസ്റ്റ് വന്നിട്ട്. ഓക്കെ, ജസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ചിലപ്പോൾ ആ ഒരു ഡേറ്റ ആവശ്യമായിരിക്കില്ല, അതാണ് ഇറിലവൻറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ്, നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റയൊക്കെ ആയിരിക്കും അധികവും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അത് ഇൻകൺവീനിയൻ്റ് ആണ് യൂസറിന്, അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അടുത്തത് പുൾ ബേസ്ഡ് മെക്കാനിസം. പുൾ ബേസ്ഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഓൺ ഡിമാൻഡ് ആണ്. The user device or computing system pull the data records from the service provider's application database server or from the set of distributed computing systems. Examples are music album server, ringtone server, video clip server, or bank account activity server. Records are pulled by the mobile devices on demand, followed by the selective response from the server. Okay, selective response means that the server transmit data packets as response selectively. For example, after client authentication, verification or subscription account check. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ യൂസറിൻ്റെ വെരിഫിക്കേഷനും ഓതൻറ്റിക്കേഷനും ഒക്കെ ചെയ്തിട്ടാണ് എന്താണ് സെർവർ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് തരുന്നത്. ഓൾസോ നോൺ ആസ് ഓൺ ഡിമാൻഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ടൊറൻറ്റ് വഴി ഫിലിം എന്താണ് ഡൗൺലോഡൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ദി ഫോളോയിങ് ഫിഗേഴ്സ് ഷോസ് എ പുൾ ബേസ്ഡ്. ഇപ്പം നമ്മൾ പുൾ ബേസ്ഡിലും എന്താണ് എന്താണ് ഡേറ്റ റെക്കോർഡ്സ് ഉണ്ട്. ഡേറ്റാബേസിന് സെർവർ പ്രൊവൈഡർ എന്ത് ചെയ്യും, മൊബൈലിലേക്ക് തരും. ഓക്കെ, നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടായിരുന്നു, ഇവിടെ എന്താണ് പുൾ റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ചിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുക. മറ്റേത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡിൽ. ഓക്കെ, ദി ബാൻഡ്വിഡ്ത്ത് യൂസ്ഡ് ഫോർ അപ്ലിങ്ക് ചാനൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് പുൾ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ അപ്ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മൊബൈൽ ഡിവൈസിൽ നിന്ന് പോകുന്ന റിക്വസ്റ്റ്, സെർവറിലേക്ക് പോകുന്ന റിക്വസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് എന്തെങ്കിലും ആണെങ്കിൽ അപ്പോൾ എത്ര അതിനനുസരിച്ചിട്ടായിരിക്കും ആ ബാൻഡ് വിഡ്ത്ത്. അടുത്തത് പുൾ ത്രെഷോൾഡ് ഈസ് സെലക്റ്റഡ്. ദിസ് ത്രെഷോൾഡ് ലിമിറ്റ്സ് ദി നമ്പർ ഓഫ് പുൾ റിക്വസ്റ്റ് ഇൻ എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം. ദിസ് കൺട്രോൾസ് ദി നമ്പർ ഓഫ് സെർവർ ഇൻട്രപ്ഷൻസ്. ഓക്കെ, ഒരു ടൈമിൽ എത്ര റിക്വസ്റ്റ് ഇത് ഹാൻഡിൽ ചെയ്യും, അപ്പം അത് അവിടെ സെറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ സെർവർ ഇൻട്രപ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. The mechanism is adopted to prevent the device from pulling from a cell which has hand over the concerned device to another cell. On device handoff, the subscription is cancelled or passed on new service provider cell. Okay, അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ് സർവീസ് പ്രൊവൈഡർ സെല്ലും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, pull based mechanism, the user device receives data records sent by the server or on demand only. Okay, advantages എന്തൊക്കെയാണ്? വിത്ത് പുൾ ബേസ്ഡ് മെക്കാനിസം നോ ഇറലവൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ എന്താണോ റിക്വസ്റ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്.
ഒരു എക്സ്പെക്റ്റഡ് ടൈം. പിന്നെ എന്താണ്, പുൾ ബേസ്ഡ് മെക്കാനിസം ആർ ദി ബെസ്റ്റ് ഓപ്ഷൻ വെൻ ദി സെർവർ ഹാസ് വെരി ലിറ്റിൽ കണ്ടൻഷൻ ആൻഡ് ഈസ് ഏബിൾ ടു റെസ്പോണ്ട് ടു മെനി ഡിവൈസ് റിക്വസ്റ്റ് വിത്തിൻ എക്സ്പെക്റ്റഡ് ടൈം ഇൻ്റർവൽസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദി സേവർ ഫേസസ് ഫ്രീക്വൻറ്റ് ഇൻട്രപ്ഷൻ അല്ലേ. നമ്മൾ റിക്വസ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇൻട്രപ്റ്റ് ആവും. ആൻഡ് ക്യൂസ് ഓഫ് റിക്വസ്റ്റ്, അവിടെ ഒരു ക്യൂ ഉണ്ടാവും. At the server may cause congestion in case of sudden rise of demand for certain data record. ഓക്കെ, ഇപ്പോൾ ഒരു ഫിലിം റിലീസായി, അപ്പോൾ എന്താണ്, അതിന് നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താണ് കൺജഷൻ ഉണ്ടാവും. in on demand mode. Okay, another disadvantage, energy and bandwidth requires for sending the request for hot items and temporal records. അപ്പോൾ ബാൻഡ് വിഡ്ത്തൊക്കെ കൂടുതലായിട്ട് എടുക്കും. ഓക്കെ, അത്രയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നു, മൊബൈൽ പേയ്മെൻറ്റ്, അതായത് ആപ്സും വാളറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ.